ഹൈ ഗൈസ്, ബിഗ് ബോസ് അഗ്നിപരീക്ഷ തുടങ്ങിയിരിക്കുകയാണ്. ഇതിനകത്ത് ജഡ്ജസ് എന്ന് പറയുന്ന അത്ര പോരാ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. റിയാസിനെ വിഷം എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടാനായിരിക്കും ഇനി സാധ്യത. കാരണം അത്രയ്ക്ക് നല്ല അസൽ വിഷവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരു കോമ്പറ്റീഷന് ജഡ്ജസ് ആയിട്ട് ആ കസേരയിൽ ആശങ്കേറി ഞെളിഞ്ഞങ്ങിയിരിക്കുന്നത്. ആദ്യം തന്നെ റിയാസിന്റെ ടീമിലേക്ക് സെലക്ട് ചെയ്ത പെൺകുട്ടീനെ വിശേഷിപ്പിക്കുന്നത് ദ ബ്രൗൺ ബ്യൂട്ടിഫുൾ ഗേൾ എന്നാണ്. ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ഗേൾ എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാണ് ബ്രൗൺ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞ് ഒരു റേസിസം പോലെയുള്ള ഒരു സാധനത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് റിയാസ് ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. റിയാസിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തിരുന്ന് ഒരു ഊണ് മേശയുടെ ചുറ്റും ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ ബിഗ് ബോസ് പോലെ ഒരു വലിയ ഷോയിൽ ജഡ്ജസ് ആയിട്ട് കയറി ആ കസേരയിൽ ഇരുന്നിട്ടാണ് ഇമാതിരിയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. എന്തായാലും അഗ്നിപരീക്ഷയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് സ്വാഗതം. അഖിലും രഞ്ജിനിയുമാണ് ബാക്കിയുള്ള 2 ജഡ്ജസ്. എല്ലാവർക്കും അറിയായിരിക്കും. അഖിലും രഞ്ജിനിയും തമ്മിൽ കൊമ്പ് കോർക്കുന്നുണ്ട്, അഖിലും റിയാസും തമ്മിൽ കൊമ്പ് കോർക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അഖിലിന്റെ തട്ട് അത് താഴെ തന്നെ ഇരിക്കും. രാഷ്ട്രീയം അഖിലിന് പറഞ്ഞിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളത് മറുപക്ഷമാണെങ്കിലും ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം അത് അഖിലിന്റെ തന്നെ ഒരു ഏരിയ തന്നെയാണ്. അടിച്ചിരുത്തി കളയുകയാണ് റിയാസിനെയും രഞ്ജിനിയെയും ഒക്കെ നാവ് ഉപയോഗിച്ച് തന്നെ അഖിൽ. ഈ 40 പേരെ അല്ലെങ്കിൽ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റായി 20 പേരിലേക്ക് എത്തുമ്പോഴും ആ 20 പേരിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക അഖിലിന്റെ വാക്ചാതുര്യങ്ങളും ആ ജഡ്ജസിന്റെ മണ്ടത്തരങ്ങളും ജഡ്ജസിന്റെ വാഗ്വാദങ്ങളും ഒക്കെയാണ്. എന്തായാലും ആദ്യം മുതൽ പറയുകയാണെങ്കിൽ റെനീഷയാണ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. 40 പേരെയും വേദിയിലേക്ക് വിളിക്കുന്നു. 40 പേരെ വിളിക്കുന്നതിന് മുമ്പ് ജഡ്ജസിനെ വേദിയിലേക്ക് വിളിക്കുന്നു. അവിടെയും റിയാസ് തുടക്കത്തിൽ തന്നെ വിഷം ചീറ്റുകയാണ്. റിയാസിനെയാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വേദിയിലേക്ക് വരുന്നത് അഖിലാണ്. അഖിൽ വരുമ്പോൾ റിയാസ് ഇങ്ങനെ അറ്റൻഷൻ ആയിട്ട് നിൽക്കുകയാണ്. അതായത് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. അഖിൽ എന്ന് പറയുന്ന വ്യക്തി റിയാസിന് അവിടെ കാണാനേ സാധിക്കുന്നില്ല. അഖിൽ അദൃശ്യനായിട്ടാണ് റിയാസ് തോന്നുന്നു. അതിനുശേഷം രഞ്ജിനി കയറി വരുന്നു. രഞ്ജിനി വരുമ്പോഴേക്കും റിയാസ് കൈയടിക്കുന്നുണ്ട്, ആടുന്നുണ്ട്, പാടുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വ്യക്തികളോടുള്ള വിരോധം പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് റിയാസ്. അഖിലിനോടുള്ള ആശയവിനിമയത്തിന്റെ പ്രശ്നങ്ങളോ അഖിലിനോടുള്ള പൊരുത്തക്കേടുകളോ ഒക്കെ ആ സീറ്റിന്റെ അല്ലെങ്കിൽ ഈ ഷോയുടെ പുറത്ത് വെച്ചിട്ട് വേണമായിരുന്നു റിയാസ് അകത്തോട്ട് കയറാൻ. ഒരു കോ ജഡ്ജ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കുറച്ച് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യത്തിൽ അഖിലിനോടുള്ള വ്യക്തിവിരോധം ഇത്രയും പരസ്യമായി കാണിക്കുന്നത് റിയാസിന്റെ ബുദ്ധിശൂന്യതയും വിഡ്ഢിത്തരമായിട്ടേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും അവർ 3 പേരും ജഡ്ജസിന്റെ സീറ്റിലേക്ക് പോയിരിക്കുന്നു. റെനീഷ ആ 40 പേർക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. മണിച്ചിത്ര താഴെ എന്നാണ് ടാസ്കിന്റെ പേര്. താക്കോൽ ഉപയോഗിച്ച് അവർക്ക് എന്താ പറയുക, പൂട്ട് തുറക്കണം. ആ പൂട്ട് തുറക്കാനായിട്ടുള്ള താക്കോലിന്റെ ക്ലൂ കിട്ടണമെങ്കിൽ അവിടെ കുറേയധികം ക്യൂ കാർഡുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ആ കാർഡിൽ ഏതെങ്കിലും ഒരെണ്ണം പറിച്ചെടുക്കണം. ആ പറിച്ചെടുക്കുന്ന കാർഡിൽ ക്ലൂ ഉണ്ടെങ്കിൽ ആ ക്ലൂവിന് അനുസൃതമായ താക്കോലിട്ട് താഴെ തുറക്കണം. തുറന്നിട്ട് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ താക്കോലും താഴും ഒക്കെ എടുത്തുകൊണ്ട് വേറൊരു സൈഡിലോട്ട് പോയി നിൽക്കണം. അങ്ങനെ ഏകദേശം 20 പേര് പോയി നിൽക്കുകയാണ്. ആ 20 പേര് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പൂജ എന്ന് പറയുന്ന ബിഗ് ബോസിന് യാതൊരു രീതിയിലും ഫിറ്റ് അല്ലാത്തൊരു വ്യക്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. ഇപ്പോഴേ തന്നെ ഒരാളെ ജഡ്ജ് ചെയ്യുകയല്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന മത്സരാർത്ഥിനെ പോലും വിശ്വസിക്കരുത് എന്നാണ് അതിൻ്റെ ഒരു ബേസിക് റൂൾ. കാരണം എല്ലാവരും ഒരേ കപ്പിന് വേണ്ടി ഒരേ ലക്ഷ്യസ്ഥാനത്തേക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുകൂടി ഓടുന്ന ഒരാളെ എങ്ങനെയാണ് വിശ്വസിക്കുക? എന്നിട്ട് പിന്നെ കരഞ്ഞ് മെഴുകി ഒരു ക്രൈ ബേബി ഗേൾ ആയിട്ടൊക്കെ മാറാൻ ആരാണ് ആഗ്രഹിക്കുക? കഷ്ടപ്പെട്ട് കോമണേഴ്സിന്റെ ലിസ്റ്റിൽ 40 പേരിൽ ഒരാളെ എവിടം വരെ എത്തുന്നു. എത്തിയതിനു ശേഷം പൂജയ്ക്ക് താക്കോല് കിട്ടുന്നു. താക്കോല് വെച്ച് താഴെ തുറക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല. അങ്ങനെ പറ്റാതെ വരുമ്പോൾ ഇത് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പബ്ലിക്കലി വിളിച്ചു പറയുക, അല്ലെങ്കിൽ ഹോസ്റ്റായ റെനീഷോട് പറയുക, ജഡ്ജസിനോട് പറയുക, ഒന്നും ചെയ്യാതെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പയ്യന് താക്കോല് കൊടുക്കുകയാണ്. നീ ഒന്ന് തുറന്ന് താടാന്നുള്ള വിശ്വാസത്തിൽ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ആ പയ്യൻ ആ താക്കോൽ അവൻ്റേതാക്കുകയാണ്. ഞാനാണ് താക്കോൽ എടുത്തതെന്നുള്ള രീതിയിൽ അവന് ഇപ്പോൾ 20 പേരിലേക്ക് ഒരാളായി മാറാമെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ റെനീഷ വന്ന് ഈ പെൺകുട്ടിയോട് പൂജയോട് ചോദിക്കുകയാണ്, താക്കോൽ എവിടെ? താക്കോലില്ല, ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു. തട്ടിപ്പറിച്ചാണോ? അല്ല, ഞാൻ കൊടുത്തതാണ്. എന്തടിസ്ഥാനത്തിൽ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ കൊടുത്തതാണ്. സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ആ കാർഡും കൂടെ കൊടുക്കേണ്ടതാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന്റെ ഒരു ചെറിയ കണികയുള്ളതുകൊണ്ട് കാർഡ് കൊടുത്തില്ല. കാർഡ് പൂജയുടെ കയ്യിലായതുകൊണ്ടും ആ താക്കോൽ ഉപയോഗിച്ച് പൂട്ട് തുറക്കാൻ ആ പയ്യനും സാധിച്ചില്ല എന്നതുകൊണ്ടും കുറേ ആൾക്കാർ പൂട്ട് തുറക്കാൻ ശ്രമിച്ചതുകൊണ്ട് താക്കോൽ വെച്ച് ജാമായി പോയതുകൊണ്ട് പൂജയ്ക്ക് മാത്രമായി 20ാമത്തെ ആളായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അഗ്നിപരീക്ഷയിലേക്ക് ഫസ്റ്റ് സ്റ്റേജ് കടക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ആ 20 പേര് സ്റ്റേജിൽ വരുന്നു. 20 പേര് സ്റ്റേജിൽ വന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം 20 പേരെയും സൈഡിലെ സീറ്റിലോട്ട് ഇരുത്തുന്നു. 3 ജഡ്ജസിനോടും അവരോടൊരു 20 പേരിൽ നിന്ന്
ടീമുകൾ ഉണ്ടാക്കാൻ പറയുന്നു. അങ്ങനെ ഫസ്റ്റ് കിട്ടുന്ന ചാൻസ് റിയാസിനാണ്. റിയാസ് ഒരാൾ റാൻഡമായിട്ട് എടുക്കുന്നു. അപ്പോഴാണ് ഫസ്റ്റ് എടുക്കുന്നത് ബ്രൗൺ ബ്യൂട്ടിഫുൾ ഗേൾ എന്നൊക്കെ പറഞ്ഞൊരു പെൺകുട്ടീനെ വിളിച്ചു വരുത്തുന്നത്. ഈ കറുത്ത കുട്ടികൾ അല്ലെങ്കിൽ സ്കിൻ ബ്രൗൺ ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ സ്കിൻ വെളുത്ത കുട്ടികൾ ഇതുവരൊക്കെയാണ് ഭംഗിയുള്ളവർ, കുറച്ച് ആൾക്കാർ ഭംഗിയില്ലാത്തവരാണെന്നൊക്കെയുള്ള സൊസൈറ്റിയുടെ കാഴ്ചപ്പാടുകൾ പിന്നെയും അതുപോലുള്ള സീറ്റിൽ വന്നിരുന്ന് ഊട്ടി ഉറപ്പിക്കാനാണ് റിയാസ് ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ പോകുന്നു. അങ്ങനെ പോകുമ്പോൾ അടുത്തത് രഞ്ജിനിയുടെ അവസരം വരുന്നു. രഞ്ജിനി ഒരാളെ എടുക്കുന്നു, അഖിൽ എടുക്കുന്നു. അങ്ങനെ പോയി അവസാനം റിയാസ് ചോദിക്കുകയാണ്, ഇതിൽ പിന്നെ ഈ സെലക്ഷൻ പ്രോസസ്സിൽ തന്നെ അഖിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ബിഗ് ബോസ് സീസൺ 5 എനിക്കെതിരെ മത്സരിച്ചാൽ കൊള്ളാമായിരുന്നു, ഞാൻ അതിനകത്തുണ്ടായിരുന്നെങ്കിൽ എന്നെ അഖിലിനെ അടിച്ചിരുത്തിയാനെന്നൊക്കെ തോന്നുന്ന ഒരാൾ കൈപൊക്കാൻ പറയുമ്പോൾ ഒരു ആൾ കൈപൊക്കുന്നു, അയാളെ അഖിലിൻ്റെ ടീമിലേക്ക് അഖിൽ ചേർക്കുന്നു. അങ്ങനെ അടുത്ത വരുമ്പോൾ റിയാസ് ചോദിക്കുന്ന ചോദ്യമാണ്, അഖിലിൻ്റെ പൊളിറ്റിക്സുമായിട്ട് എതിർപ്പുള്ള അല്ലെങ്കിൽ അഖിലിനെ വ്യക്തിപരമായിട്ട് വലിയ താല്പര്യമില്ലാത്ത ഒരാൾ കൈവെക്കാൻ പറയുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി കൈവെക്കുന്നു. അവരെ റിയാസിന്റെ ടീമിൽ ചേർക്കുകയാണ്. അപ്പോൾ തന്നെ അഖിൽ വിട്ടുകൊടുക്കുക. അഖിലിന്റെ പൊളിറ്റിക്സിനെയൊക്കെ ചോദ്യം ചെയ്ത റിയാസിനോട് അഖിൽ അങ്ങ് തോറ്റു കൊടുക്കുമോ? ഉടനെ തന്നെ അഖിൽ ചോദിക്കുകയാണ്, എന്താ അഖിൽ ആദ്യത്തെ അമ്പ് തൊടുത്തു പിടിക്കുകയാണ്. റിയാസിന്റെ ഗെയിം ഇഷ്ടമല്ലാത്ത സീസൺ 4 റിയാസിനെതിരെ കളിച്ചിരുന്നെങ്കിൽ റിയാസിനെ അങ്ങ് അടിച്ചിരുത്താമെന്ന് ധൈര്യമുള്ള ആൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ കൈവെക്കുന്നു. അതിനെ അഖിലിന്റെ ടീമിൽ ചേർക്കുന്നു. അപ്പോൾ തന്നെ അടുത്ത റൗണ്ടിൽ റിയാസ് ചോദ്യം എടുത്തിരിക്കുകയാണ്, അഖിലിന്റെ രാഷ്ട്രീയത്തോട് പൂർണ്ണമായിട്ട് യോജിപ്പില്ലാത്തവർ ആരാണ്? ഒരാൾ കൈവെക്കുന്നു. അവർ റിയാസിന്റെ ടീമിലേക്ക് പോകുന്നു. അങ്ങനെ മുമ്പോട്ട് പോയി വരുന്നു. ടീം സെറ്റാകുന്നു. ആദ്യത്തെ ടീമിനെ വിളിക്കുന്നു. റിയാസിന്റെ ടീമാണ്. അതിനകത്തുള്ളവർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നു. ആ ടാസ്ക് എന്ന് പറയുന്ന ഒരു സ്കെയിലിന്റെ മേളിൽ ഗ്ലാസ് വയ്ക്കുക, അതിൻ്റെ മേളിൽ പിന്നെയും സ്കെയിൽ വയ്ക്കുക. അങ്ങനെ ഒരു പിരമിഡ്, ഒരു ഗ്ലാസിന്റെ പിരമിഡ് ഉണ്ടാക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ സ്കെയിലും പ്ലേസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഏറ്റവും പെട്ടെന്ന് നല്ലപോലെ നല്ല അടുക്കും ചിട്ടയിലും കൂടി ആരാണോ പിരമിഡ് വയ്ക്കുന്നത് ആ ഓർഡറിലായിരിക്കും വിജയികൾ വരുന്നത്. അങ്ങനെ എല്ലാവരും തന്നെ പ്ലേസിലാവുന്നു. ആ ടീമിൽ നിന്നും ആദ്യം മനോഹരമായി പ്ലേസ് ചെയ്ത 3 പേരെ സെലക്ട് ചെയ്യുന്നു. ആ 3 പേരിൽ ഒരാൾക്ക് ഇൻഫിനിറ്റി പെൻറ്റഗൺ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ചെയിൻ ഉണ്ട്. ആ ചെയിനിന് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് റെനീഷ പറഞ്ഞത്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നില്ല. സോ ഓരോ ജഡ്ജസിനും ഓരോ ഇൻഫിനിറ്റി പെൻറ്റഗൺ വെച്ചിട്ടുണ്ട്. റിയാസിന്റെ ടീമിലെ ഈ ജയിച്ച 3 പേരിലെ ഒരാൾക്ക് ഇൻഫിനിറ്റി പെൻറ്റഗൺ കൊടുക്കുകയാണ്. ആ ഇൻഫിനിറ്റി പെൻറ്റഗണും വാങ്ങിച്ചുകൊണ്ട് ഈ 3 പേർ സെലക്ഷൻ പ്രോസസ്സിലെ രണ്ടാമത്തെ കടമ്പ കടന്ന് സീറ്റിലേക്ക് പോയിരിക്കുന്നു. ബാക്കി അതിൽ നിന്ന് ഔട്ടായിട്ടുള്ളവർ ഡേഞ്ചർ സോൺ അല്ലെങ്കിൽ ഔട്ട് ഹൗസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വിഭാഗത്തിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കും പോയിരിക്കുന്നു. അടുത്തത് രഞ്ജിനിയുടെ ടീം വരുന്നു. രഞ്ജിനിയുടെ ടീം വരുമ്പോൾ റെനീഷ എന്ന് പറയുമ്പോൾ പുറത്തോട്ട് ചാടുക, അഖിൽ എന്ന് പറയുമ്പോൾ അകത്തോട്ട് ചാടുക, റിയാസ് എന്ന് പറയുമ്പോൾ അനങ്ങാതെ നിൽക്കുക. അങ്ങനെ പറഞ്ഞ് കുളംകര, പണ്ടത്തെ കുളംകരയുടെ ഒരു ഗെയിമാണ് കൊടുക്കുന്നത്. രഞ്ജിനിയുടെ ടീമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ഗേൾസ് ആണ്. ആ ഫുൾ ഗേൾസ് ടീമിൽ നിന്നും ഇവർ മത്സരിക്കുന്നു. മത്സരിച്ചതിന് ശേഷം ജയിച്ച ആൾക്കാരെ നേരത്തെ പോലെ തന്നെ സേഫ് സോണിലോട്ട് വിടുന്നു. അതിൽ ഒരാൾക്ക് ഇൻഫിനിറ്റി പെൻറ്റഗൺ കൊടുക്കുന്നു. തോറ്റ ആൾക്കാരെ ഔട്ട് ഹൗസിലേക്കും വിടുന്നു. മൂന്നാമത് അഖിലിന്റെ ടീം വരുന്നു. അഖിലിന്റെ ടീമിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 4 ഗ്ലാസ് നിരത്തി വെച്ചിട്ടുണ്ടാവും. ബോൾ ഇങ്ങനെ ബൗൺസ് ചെയ്ത് ആ ഗ്ലാസ്സിലേക്ക് ഇടണം. നമ്മളിത് കണ്ടിട്ടുള്ള ഗെയിമാണ്. സോ ഏറ്റവും കൂടുതൽ ഗ്ലാസ്സുകളിലേക്ക് ബോളുകൾ ആരാണോ ഇടുന്നത് അവരുടെ ഓർഡർ അനുസരിച്ച് ജയിച്ചവരെയും തോറ്റവരെയും തീരുമാനിക്കുന്നു. അങ്ങനെ അതിലും 3 പേര് സെലക്ട് ആവുന്നു. അതിലൊരാൾക്ക് ഇൻഫിനിറ്റി പെൻറ്റഗൺ കിട്ടുന്നു. ബാക്കിയുള്ള ആൾക്കാർ ഔട്ട് ഹൗസിലേക്ക് പോയിരിക്കുന്നു. അതാണ് അവസാനത്തെ വന്നു നിൽക്കുന്ന അഗ്നിപരീക്ഷയുടെ 1ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 40 പേരിൽ നിന്ന് മണിച്ചിത്ര താഴ് ഉപയോഗിച്ച് 20 പേർക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയത്. ബാക്കിയുള്ള 20 പേരെ എന്ത് ചെയ്യും? അവരെ പുറത്തിരുത്തിയേക്കാണ്. അപ്പോൾ അവർക്കും കൂടെ ഒരു അവസരം കൊടുക്കണം. ഇപ്പോൾ ഔട്ട് ഹൗസിലേക്ക് മാറിയിരിക്കുന്ന ആ കണ്ടസ്റ്റൻസിനും ഒരു അവസരം കൊടുക്കണം എന്നൊക്കെ ജഡ്ജസ് അഭിപ്രായപ്പെടുമ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു അവസരവുമായിട്ട് എപ്പിസോഡ് 2 രംഗത്ത് വരാമെന്ന് പറഞ്ഞിട്ടാണ്, ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടാണ് റെനീഷയും ജഡ്ജസ് ആയിട്ടുള്ള രഞ്ജിനിയും അഖിലും റിയാസും ഒക്കെ വീട്ടിൽ പോയിരിക്കുന്നത്. എന്തായാലും കാണാനൊക്കെ ഒരു സുഖമുണ്ട്. പക്ഷേ ഇവരൊക്കെ പ്രൊമോയിൽ കാണിച്ച അത്ര ഒരു ഗുമ്മോ തീപ്പൊരി പെർഫോമൻസുകളോ ഒന്നും 1ാമത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. മറ്റേ സാധാരണയൊക്കെ ഓണപരിപാടികൾക്കും വിഷു പരിപാടികൾക്കും ഒക്കെ ക്ലബ്ബിൽ കൊടുക്കുന്ന മത്സരങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റൊട്ടികടി, വടംവലി, അല്ലെങ്കിൽ ബൗൺസ് ചെയ്ത് ഗ്ലാസ്സിലേക്ക് ബോളുകൾ ഇടുക, അങ്ങനെയുള്ള നിസ്സാരമായ ഗെയിമുകളാണ് കൊടുത്തിരിക്കുന്നത്. തുടക്കം അങ്ങനെ ആക്കി കുറേ കൂടെ ആൾക്കാരെ എണ്ണം ചുരുക്കി വരുമ്പോൾ കടുകട്ടി ആക്കാനാണോ എന്നറിയില്ല. കണ്ട് തന്നെ വിലയിരുത്തണം. എന്തായാലും ജഡ്ജസ് കൊള്ളാം. പരസ്പരം അടിയുണ്ടാക്കി ഇവർ കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യാൻ മറന്ന് ഇവർ തമ്മിൽ അടിച്ചു പിരിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കധികം ആശയ വിയോജിപ്പുകളും പൊരുത്തക്കേടുകളും നിറഞ്ഞ 3 പേരാണ് ജഡ്ജസ് സീറ്റിലിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വ്യക്തിവിരോധം പബ്ലിക്കിലേക്ക് പങ്കുവയ്ക്കുന്നത് റിയാസാണ്. പ്രഥമ ദൃഷ്ട്യാ തന്നെ എനിക്ക് അഖിലിനെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പെരുമാറുന്നതും റിയാസ് തന്നെയാണ്. അത് റിയാസിന് അത്ര നന്നാവില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഈ അഖിലും റിയാസും രഞ്ജിനിയും ഒക്കെ മാത്രമാണോ ബിഗ് ബോസിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുള്ളതെന്ന് തോന്നിപ്പോവാണ്. എല്ലാ സീസണിലും ചലഞ്ചറായിട്ട് റിയാസിനെ വിളിക്കുന്നു, ഗസ്റ്റായിട്ട് റിയാസിനെ വിളിക്കുന്നു. ഇപ്പോൾ
ജഡ്ജസ് ആയിട്ടും റിയാസിനെ വിളിക്കുന്നു. രഞ്ജനീനെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈമാണ് ബിഗ് ബോസ് സീസൺ 1 കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. അഖിലും ചലഞ്ചറായിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ഈ അഖിൽ റിയാസ് അഖിൽ ഇങ്ങനെ കുറച്ച് പേരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാതെ ഇതിനു മുമ്പ് മത്സരിച്ച് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയ ബാക്കിയുള്ള കോണ്ടസ്റ്റൻസിനെയും കൂടി നല്ല ശക്തരായ മത്സരാർത്ഥികളെ കൂടി ജഡ്ജസ് ആയിട്ട് കൊണ്ടുവരാമായിരുന്നു, പരിഗണിക്കാമായിരുന്നു എന്നൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ബാക്കി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാ ദിവസവും അഗ്നിപരീക്ഷയുടെ റിവ്യൂവുമായിട്ട് നമുക്ക് വരാം. അതിനുശേഷം ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂ ആയിട്ടും നമുക്ക് നമ്മുടെ ചാനലിൽ കണ്ടുമുട്ടാം. എന്തായാലും ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും എൻ്റെ മാത്രം അഭിപ്രായങ്ങളും എൻ്റെ മാത്രം കാഴ്ചപ്പാടുകളുമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ. ബൈ.